പ്ലേറ്റുകളിലേക്ക് മാറ്റിയിരുന്നു. മണിച്ചാമി ഗ്ലാസ് പതിച്ച ടേബിളിൽ തട്ടി നോക്കി. അങ്ങനെ നമുക്കൊരു ഭാഗ്യമുണ്ടായി മക്കളെ. പ്ലേറ്റുകളിലേക്ക് മേരി ചോറിട്ടു. ഇത് വലിയ ഭാഗ്യമായിട്ടൊന്നും മണിയപ്പ കരുതണ്ട. ഉള്ള കാലം മുഴുവനും ഫ്രട്ടിച്ചേട്ടൻ നമുക്ക് 4 നേരവും ശാപ്പാട് മേടിച്ച് തരുമെന്നാണോ ധരിച്ചു വച്ചിരിക്കുന്നേ? നമ്മൾ ഇവിടെ ഉണ്ടുറങ്ങി കഴിയാനാണോ പോണത്? സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെട്ടാല് നമ്മൾ പാടാനായി തെരുവിലോട്ട് പോകത്തില്ലേ? വേണ്ടുന്ന സഹായമൊക്കെ ഫ്രട്ടിച്ചേട്ടൻ ചെയ്തു തരാമെന്നും പറഞ്ഞില്ലയോ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്? ചാക്കോ പറഞ്ഞു. അതിന് മറുപടി പറയാതെ മേരി പ്ലേറ്റിലേക്ക് മീൻകറി ഒഴിച്ചു. അവൻ പറയുന്നത് ശരിയല്ലേ മോളെ? നമുക്ക് ജീവിക്കാനുള്ള കാശ് നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഈ വീടിന്റെ കാര്യം വാടക കൊടുക്കാനാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റുവേല. ഫ്രട്ടി എന്താ പറയുന്നതെന്ന് നോക്കാം. ചോറും മീൻകറിയും കുഴച്ച് മണിച്ചാമി പാത്രം കാലിയാക്കാൻ തുടങ്ങി. ചാക്കോ സാവകാശമാണ് ഊണ് കഴിച്ചത്. മേരിയിലുണ്ടായ മാറ്റമാണ് അവനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്. മിനിറ്റിൽ 1 തവണയെങ്കിലും ചാക്കോച്ചാന്ന് വിളിക്കാറുള്ള അവൾ ആ വിളി മറന്നതുപോലെയാണ് തോന്നുന്നത്. മേരി ഇരിക്ക്, ചാക്കോ പറഞ്ഞു. അവൾ അടുക്കളയിലോട്ട് പോയി മോനെ, നീ കഴിക്ക്, അസല് മീൻകറിയ. മേരിക്കെന്തോ അകൽച്ച വന്നതുപോലെ തോന്നുവാ മണിയപ്പ. കയ്യിലെടുത്ത ചോറ് വായിലേക്ക് കൊണ്ടുപോകാതെ ചാക്കോ തന്റെ സങ്കടം പറഞ്ഞു. അത് നിനക്ക് തോന്നുന്നതാ. അവിടെ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിലാ അവള്. പിന്നെ ഇവിടെ വന്നപ്പോ അവളൊന്ന് പേടിച്ചു പോയി എന്നത് നേരാ. അതൊക്കെ മാറിയില്ലേ? മണിയപ്പ പറ്റുമെങ്കിൽ ഫ്രട്ടിച്ചേട്ടനെ ചെന്നൊന്ന് കാണണം. എനിക്ക് നാളെ മുതൽ എവിടെയെങ്കിലും പാടിത്തുടങ്ങണം. ആ അത് മണിയപ്പ ഏറ്റു. ഏമ്പക്കം വിട്ടിട്ട് മണിയപ്പ എഴുന്നേറ്റ് പോയി. മേരി വന്നത് ചാക്കോ അറിഞ്ഞു. മേരിയേ, അവളുടെ നേരെ നോക്കി അവൻ വിഷമത്തോടെ വിളിച്ചു. ചോറ് വേണോ? വേണ്ട. മേരി ഇരിക്ക്. അവൾ കസേര വലിച്ചിട്ടിരുന്നു. എന്നിട്ട് മറ്റൊരു പ്ലേറ്റിൽ ബാക്കിയിരുന്ന ചോറും കറികളും കൈകൊണ്ട് നീക്കിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. ചാക്കോച്ചൻ കൈ കഴുകിയേച്ച് അകത്ത മുറിയിൽ പോയി കിടന്നോ. ചാക്കോച്ചൻ മണിയപ്പയുടെ കൂടെ വരാന്തയിൽ കിടക്കണ്ട. അവിടെ ആവുമ്പോൾ കട്ടിലുണ്ട്. മേരി മുറിയിൽ കിടന്നാ മതി. ഞാൻ അടുക്കളയിലാ കിടക്കാൻ പോണത്. മേരി എന്നാത്തിനാ